ഫലസ്തീൻ ആരുടേതാണ് എന്നതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. ഇസ്രായേലിലെ ഫലസ്തീൻ ഞങ്ങളുടേതാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഫലസ്തീനിൽ താമസിക്കുന്ന മുസ്ലിംകൾ അത് അവരുടേതാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. യഥാർത്ഥത്തിൽ ചരിത്രപരമായി ആരുടേതാണ് ഫലസ്തീൻ എന്ന് അവതരിപ്പിക്കുകയാണ് ഇന്ന് ഇവിടെ ചെയ്യുന്നത്. ഫലസ്തീൻ പ്രശ്നം യഥാർത്ഥത്തിൽ അവിടെ താമസിക്കുന്നവരുടെ മാത്രം പ്രശ്നമല്ല, ലോക മുസ്ലിമീങ്ങളുടെ ഒരു വികാരമായി എടുക്കേണ്ട പ്രശ്നമാണ് ഫലസ്തീൻ. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പള്ളികളിൽ വെച്ച് ഏറ്റവും കൂടുതൽ ആദരിച്ച പള്ളിയാണ് മസ്ജിദുൽ ഹറാം, മസ്ജിദുൽ നബവി, ബൈത്തുൽ മുഖദ്ദസ്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു 3243 നമ്പറായി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അബൂദർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ നബിയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ് അയ്യു മസ്ജിദിൻ വുദിഅ അവ്വൽ, ഈ ലോകത്ത് ആദ്യമായി നിർമ്മിച്ച പള്ളി ഏതാണ് നബിയെ എന്ന് ഞാൻ നബിതങ്ങളോട് ചോദിച്ചപ്പോൾ ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽ മസ്ജിദുൽ ഹറാം, അത് മസ്ജിദുൽ ഹറാമാണ്. അതിൽ തർക്കമൊന്നുമില്ല, കാരണം അത് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞ കാര്യമാണല്ലോ. ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറകൻ വഹുദൻ ലിൽആലമീന ഫീഹി ആയാതുൻ ബയ്യിനാതുൻ മഖാമ ഇബ്രാഹീം. ആദ്യമായി ഈ ലോകത്ത് അല്ലാഹു തആല ജനങ്ങളുടെ ആരാധനയ്ക്ക് വേണ്ടി സംവിധാനിച്ച ആദ്യത്തെ ഗേഹമായ കഅബയാണ് എന്ന് പറയുന്നു. ആ കഅബ ഉൾക്കൊള്ളുന്ന പരിസരമാണ് മസ്ജിദുൽ ഹറാം എന്ന് നമുക്കറിയാം. ആ പള്ളിയുടെ ശ്രേഷ്ഠതയെ കുറിച്ച് മഹാനായ ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു തന്റെ തുഹ്ഫയിൽ പറഞ്ഞത്, സാധാരണ ഒരു പള്ളിയിൽ ഒരാൾ നിസ്കരിക്കുന്നതിനെ അപേക്ഷിച്ച് മസ്ജിദുൽ ഹറാമിൽ വെച്ചുള്ള നിസ്കാരത്തിന് 10 കോടി പ്രതിഫലമുണ്ടെന്നാണ്. സാധാരണ നമ്മൾ 1 ലക്ഷം ഒക്കെ കേൾക്കാറുള്ളത് മദീനത്തെ പള്ളിയിലേക്ക് ചേർത്ത് നോക്കിയിട്ടാണ്. മദീനത്തെ പള്ളിക്ക് അത്രയും പ്രത്യേകത ഉണ്ടല്ലോ. ആ പള്ളിയിലേക്ക് നോക്കിയാൽ പിന്നെ മസ്ജിദുൽ ഹറാമിന്റെ കൂടിയാണ് 1 ലക്ഷം. എന്നാൽ നമ്മുടെ പള്ളിയിലേക്ക് ചേർത്ത് നോക്കിയാൽ മസ്ജിദുൽ ഹറാമിന്റെ പ്രതിഫലം ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു 2 സ്ഥലത്തും ഫതാവൽ കുബ്രയിൽ ഒരു സ്ഥലത്തും വിശദമായി പറഞ്ഞിട്ടുണ്ട്. അവിടെ പറഞ്ഞത്, നമ്മുടെ നാട്ടിലെ പള്ളിയെ അപേക്ഷിച്ച് മസ്ജിദുൽ ഹറാമിൽ നിസ്കരിക്കുന്ന നിസ്കാരത്തിന് 10 കോടിയുടെ പ്രതിഫലമുണ്ടെന്നാണ്. അപ്പൊ നിങ്ങൾ നോക്കൂ, അതിന്റെ പ്രത്യേകതയെ കുറിച്ച് പിന്നെ കൂടുതൽ പറയേണ്ടതില്ല. അതിന്റെ താഴെ അപ്പൊ ഒന്നാമത്തെ പള്ളി ആദ്യമായി നിർമ്മിച്ചത് ആരാണ് എന്ന് അബൂദർ ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ മറുപടി പറഞ്ഞു, മസ്ജിദുൽ ഹറാമാണ്. പിന്നെ ഞാൻ ചോദിച്ചു, സുമ്മായിയൊരു പിന്നെ ഏതാണ് നബിയെ? പാലാപ്പോൾ നബിതങ്ങൾ പറഞ്ഞു, സുമ്മൽ മസ്ജിദുൽ അഖ്സാ, പിന്നെ ബൈത്തുൽ മുഖദ്ദസ് ആണ്. ഞാൻ ചോദിച്ചു, കംകാന ബൈനഹുമാ, അത് രണ്ടിന്റെയും ഇടയിൽ എത്ര കൊല്ലത്തെ വ്യത്യാസമുണ്ട്? കാലാപനവിധങ്ങൾ പറഞ്ഞു, 40 കൊല്ലത്തെ വ്യത്യാസമുണ്ട്. ഇത് രണ്ടും മലക്കുകളാണ് എടുത്തത് എന്നും അല്ല ഇബ്രാഹിം നബി അലൈഹിസ്സലാമാണ് എടുത്തത് എന്ന് ചരിത്രപരമായ ഖിലാഫുണ്ട്. മലക്കുകളാണ് ആദ്യമായി നിർമ്മാണം നടത്തിയത്. പിന്നീട് കഅബാലയം തേഞ്ഞുമാനി പോയപ്പോൾ ആദ്യമുള്ള ശിലാസ്ഥാപനത്തിന് മേൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പടുത്തുയർത്തി എന്നാണ് മഹാന്മാരായ ഉലമാകൾ പറയുന്നത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഹൈസുമാ അദ്റകതക സ്വലാത ഫസല്ലി വൽ അർദു ലക മസ്ജിദുൻ. അബൂദർ, നിനക്ക് എവിടെ നിസ്കാരത്തിന്റെ സമയമായാലും നീ നിസ്കരിച്ചോളണം. കാരണം ഭൂമിയിൽ എവിടെ വെച്ച് നിസ്കരിക്കാനുള്ള അനുമതി ഉണ്ട്, അത് എന്റെ പ്രത്യേകതയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ക്രിസ്ത്യാനികൾക്കും ജൂതന്മാർക്കും നിശ്ചയിക്കപ്പെട്ട ആരാധനാലയങ്ങളിൽ പോയി മാത്രമേ നിസ്കരിക്കാൻ പറ്റൂ. നമുക്ക് അങ്ങനെയില്ല. ഒരാൾക്ക് നിസ്കാരത്തിന്റെ സമയമായാൽ എവിടെ നിസ്കരിക്കാം എന്ന്.
അപ്പൊ ഇതിന് ശേഷം പിന്നീട് നിർമ്മിക്കപ്പെട്ട പള്ളിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്ത് അവിടുത്തെ 53-ാമത്തെ വർഷത്തിൽ ആദ്യത്തെ പള്ളിയല്ല, അത് മസ്ജിദ് ഖുബ ആയിരുന്നു. അതിനുശേഷം നിർമ്മിക്കപ്പെട്ട പള്ളിയാണ് മസ്ജിദ് നബവി. ഏതായാലും ഈ 3 പള്ളികൾ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശ്രേഷ്ഠമായ പള്ളിയാണ്. മക്കയിലും മദീനയിലും നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത് പോലെ നമ്മൾ പോകാൻ ആഗ്രഹിക്കേണ്ടതും അവിടുന്ന് നിസ്കരിക്കേണ്ടതുമായ പള്ളിയാണ് ബൈത്തുൽ മുഖദ്ദസ് എന്ന് പറയുന്ന പള്ളി. പ്രിയപ്പെട്ടവരെ, അത് ഒരിക്കലും തന്നെ ജൂതന്മാരുടെ കയ്യിൽ പെട്ടുപോകരുത് എന്നത് ഫലസ്തീനികൾക്കുള്ള നിർബന്ധം പോലെ ഓരോ മുസൽമാന്റെയും ഒരു വികാരമായി മാറണമെന്നാണ് ഈ സമയത്ത് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്. ബൈത്തുൽ മുഖദ്ദസ്, ആ പള്ളിയെ കുറിച്ച് വിശുദ്ധമായ ഖുർആൻ തന്നെ സൂറത്തുൽ ഇസ്റാ എന്ന അധ്യായത്തിൽ അല്ലാഹു അവതരിപ്പിച്ചു. സുബ്ഹാനല്ലദീ യസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സാ അല്ലദീ ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ. ബൈത്തുൽ മുഖദ്ദസിനെ വ്യക്തമായി വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നു. മസ്ജിദുൽ ഹറമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രയാണം നടത്തി. ഈ മസ്ജിദുൽ അഖ്സ കൊണ്ട് 2 വിവക്ഷയുണ്ട്. ഒന്ന്, ബൈത്തുൽ മുഖദ്ദസിന്റെ പേരാണ് മസ്ജിദുൽ അഖ്സ എന്ന് വെക്കുകയാണെങ്കിൽ അത് ബൈത്തുൽ മുഖദ്ദസ് തന്നെയാണ്. അതേസമയം ലുഗവിയായ ഒരർത്ഥം അതിനുണ്ട്. വിദൂരത്തുള്ള, ഏറ്റവും വിദൂരത്തുള്ള പള്ളി. മസ്ജിദ് എന്ന് പറയാൻ പള്ളി, അഖ്സ എന്ന് പറയുമ്പോൾ ഏറ്റവും വിദൂരത്തുള്ള പള്ളി. അതേതാണ്? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ യാത്രയിൽ ഏറ്റവും വിദൂരത്തുള്ള പള്ളി ബൈത്തുൽ മഅ്മൂറാണ്, 7ാം ആകാശത്തുള്ള പള്ളി. അപ്പൊ ഇസ്രാ മാത്രമല്ല, മിഅ്റാജ് കൂടി വിശുദ്ധമായ ഖുർആനിലുണ്ട് എന്നായി. മഹാനായ ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു തന്റെ മുസ്ലിമിൽ ബാബുൽ ഇസ്റാഇ ബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇല സമാവാതി വ ഫർദിസ് സ്വലവാത്ത് അങ്ങനെ എഴുതിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആകാശങ്ങളിലേക്കും അതുപോലെ നിസ്കാരം ഫർദാകാൻ വേണ്ടിയുമുള്ള യാത്ര, ആ യാത്രയിൽ പറയുന്ന അധ്യായം എന്നാണ്. അപ്പൊ ആകാശത്തേക്കുള്ള യാത്രയെക്കുറിച്ചും ഇസ്റാ എന്ന ഹെഡിംഗ് ആണ് മഹാനായ ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു ആ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇമാം നബവി റളിയല്ലാഹു അൻഹു തന്റെ ശറഹ് മുസ്ലിമിലും ഹെഡിംഗ് ഇട്ടത് അങ്ങനെയാണ്. ഏതായിരുന്നാലും ബൈത്തുൽ അഖ്സ എന്നതുകൊണ്ട് നമുക്ക് രണ്ടും വിവക്ഷിക്കാം തെളിവിന്റെ അടിസ്ഥാനത്തിൽ. ഏതായാലും ബൈത്തുൽ മുഖദ്ദസ് ഉണ്ട് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. അല്ലാഹു തആല പറയുന്നത് അല്ലദീ ബാറക്നാ ഹൗല, അതിന്റെ ചുറ്റുഭാഗങ്ങളിൽ നാം ബറക്കത്ത് കൊണ്ട് നിബിഡമാക്കിയിരിക്കുകയാണ്. അപ്പൊ ബൈത്തുൽ മുഖദ്ദസിനെ വിശുദ്ധമായ ഖുർആൻ വളരെ വ്യക്തമായി പരാമർശിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇനിയാണ് നമ്മൾ ചരിത്രം പഠിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് മുമ്പ് 6 പ്രവാചകന്മാരെ ലോകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് മുമ്പ് ആദം നബി അലൈഹി ഇസ്ലാം വന്നു, അതുപോലെ ഇദ്രീസ് നബി അലൈഹി ഇസ്ലാം വന്നു, നൂഹ് നബി അലൈഹി ഇസ്ലാം വന്നു, ഹൂദ് നബി അലൈഹി ഇസ്ലാം വന്നു, സ്വാലിഹ് നബി അലൈഹി ഇസ്ലാം വന്നു, ലൂത്ത് നബി അലൈഹി ഇസ്ലാം വന്നു, പിന്നീട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം വന്നു. ഈ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് 2 ആൺമക്കളുണ്ടായി. ഒന്ന് ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമും ഇസ്ഹാഖ് നബി അലൈഹി ഇസ്ലാം. ഈ ഇസ്ഹാഖ് നബിയുടെ പുത്രനാണ് യാക്കൂബ് നബി അലൈഹി ഇസ്ലാം. ഇബ്രാഹിം നബി അലൈഹി ചരിത്രകാരന്മാർ വിവരിക്കുമ്പോൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ മുമ്പും ശേഷവും ഇങ്ങനെയാണ് വിവരിക്കുന്നത്. കാരണം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം കഴിഞ്ഞകാല പ്രവാചകന്മാരിൽ ഒരുപാട് ചരിത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പ്രവാചകനാണ്. ഇന്ന ഇബ്രാഹിം കാന ഉമ്മ, ഖുർആൻ പറഞ്ഞത് അങ്ങനെ. ഇബ്രാഹിം നബി ഒരു സംഭവമാണ്. ഇബ്രാഹിം നബി ഒരു വ്യക്തിയല്ല, ഒരു പ്രസ്ഥാനമാണെന്നാണ് ഖുർആൻ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ചരിത്രകാരന്മാര് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ മുമ്പ്, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ശേഷം എങ്ങനെയാണ് ചരിത്രത്തെ കൊണ്ടുപോകുന്നത്. ഇബ്രാഹിം നബിയുടെ മുമ്പ് 6 പ്രവാചകന്മാർ വന്നു. ആദം നബി അലൈഹി ഇസ്ലാം, ഇദ്രീസ് നബി അലൈഹി ഇസ്ലാം, നൂഹ് നബി അലൈഹി ഇസ്ലാം, ഹൂദ് നബി അലൈഹി ഇസ്ലാം, സ്വാലിഹ് നബി അലൈഹി ഇസ്ലാം,
ലൂത്ത് നബി അലൈഹിസ്സലാം, പിന്നെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഏഴാമത്തെ പ്രവാചകനായിരുന്നു. ആ ഇബ്രാഹിം നബിക്ക് 2 മക്കളുണ്ടായി, ഇസ്മായിൽ നബി അലൈഹിസ്സലാം, ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം. ആ ഇസ്ഹാഖിലൂടെ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ പരമ്പരയിൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമേ വന്നുള്ളൂ. ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമിന്റെ പരമ്പരയിൽ വന്ന മുഴുവൻ പ്രവാചകന്മാർ, ലക്ഷക്കണക്കിന് പ്രവാചകന്മാർ പിന്നീട് വന്നത് ഇസ്രായേലിലേക്കായിരുന്നു. ഇബ്രാഹിം നബിയുടെ മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാം, അതുപോലെ ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം. ഈ ഇസ്ഹാഖ് നബിയുടെ മകനാണ് യാക്കൂബ് നബി അലൈഹിസ്സലാം. യാക്കൂബ് നബി അലൈഹിസ്സലാമിന് 12 മക്കളുണ്ടായിരുന്നു. മൊത്തം 13 മക്കളുണ്ടായിരുന്നു, ഒരു പെൺകുട്ടിയും അതുപോലെ 12 ആൺകുട്ടികളും. ആ യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ പരമ്പരയിലൂടെയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒട്ടുമിക്ക പ്രവാചകന്മാർ, ഇസ്രായേലിലേക്കുള്ള മുഴുവൻ പ്രവാചകന്മാരും കടന്നു വന്നിട്ടുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, അറബികളിലേക്ക് ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ പരമ്പരയിലുള്ള നിമിതങ്ങൾ മാത്രം പറയാനില്ലേ. 100 കാടക്ക് അരക്കോടി എന്ന് പറഞ്ഞ മാതിരിയാണ് ഇവിടെ. ലക്ഷക്കണക്കിന് പ്രവാചകന്മാർ ഇസ്രായേലിലേക്ക് വന്നപ്പോ അറബികളിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന് ശേഷം. ഏതായിരുന്നാലും ആ യാക്കൂബ് നബി അലൈഹിസ്സലാമിന് അല്ലാഹു തആല കൊടുത്ത സ്ഥാനപ്പേരാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം മകൻ ഇസ്ഹാഖ് നബിയുടെ മകൻ യാക്കൂബ്. ആ യാക്കൂബ് നബി അലൈഹിസ്സലാമിന് അല്ലാഹു തആല കൊടുത്ത സ്ഥാനപ്പേരാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. അത് ഹിബ്രു ഭാഷയാണ്. ഇസ്ര എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അടിമ എന്നാണ്. ആയിൽ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അള്ളാഹു എന്നാണ്. അപ്പൊ അബ്ദുല്ലാ എന്ന് നമ്മൾ വിളിക്കുന്നത് പോലെ ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ അബ്ദുല്ലാ എന്ന അറബിയിൽ പറയുന്ന വാക്കിന് തുല്യമാണ് ഹിബ്രു ഭാഷയിൽ ഇസ്രായേൽ എന്ന് പറയുന്നത്. അത് യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ സ്ഥാനപ്പേര്. ആ യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ 12 മക്കളിൽ ഒരാളാണ് മഹാനായ യൂസുഫ് നബി അലൈഹി ഇസ്ലാം. ഈ യാക്കൂബ് നബി അലൈഹി ഇസ്ലാം മക്കൾ ഉണ്ടായിരുന്നത് ആദ്യം സൂര്യയിലായിരുന്നു. സിറിയയുടെ മെഡിറ്ററേനിയൻ സമുദ്ര തീരത്തായിരുന്നു അവർ താമസിച്ചിരുന്നത്. അങ്ങനെ ആ യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ മക്കളിൽ മഹാനവറുകൾക്ക് ഏറ്റവും കൂടുതൽ സ്നേഹമുള്ള യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ അവര് തട്ടിയെടുത്ത് കിണറ്റിലെറിഞ്ഞ്, കിണറ്റില് എറിയപ്പെട്ട യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ വഴിപോക്കന്മാരെ എടുത്ത് അത് വിൽപ്പന നടത്തി ഈജിപ്തിലുള്ള ഒരാൾ വാങ്ങിക്കൊണ്ടുപോയി. ആരാണ് വാങ്ങിയത് എന്ന കാര്യത്തിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ചരിത്രം രേഖപ്പെടുത്തുമ്പോൾ അങ്ങനെയാണല്ലോ. ഏതായാലും റയ്യാൻ ഇബ്നുൽ വലീദ് എന്ന് പറയുന്ന ഒരാളാണ് എന്ന് വളരെ കൂടുതൽ മുഫസ്സിറുകൾ ഉദ്ധരിക്കുകയാണ്. അങ്ങനെ റയ്യാൻ ഇബ്നുൽ വലീദ് എന്ന് പറയുന്ന ആള് യൂസുഫ് നബി അലൈഹി സ്വലാമിനെ ചന്തയിൽ വിൽപ്പന നടത്തി. അന്ന് അടിമ സമ്പ്രദായമുള്ള ഒരു കാലഘട്ടമാണ്. അടിമയായി സ്വീകരിച്ച് ഈജിപ്തുകാരൻ കൊണ്ടുപോയി. അവരുണ്ടായിരുന്നത് എവിടെയായിരുന്നു? സിറിയയിലായിരുന്നു. അങ്ങനെ ഈജിപ്തിലെത്തിയപ്പോ ഈ യൂസുഫ് എന്ന് പറയുന്ന ബാലന്റെ അത്ഭുതകരമായ കാഴ്ച കണ്ട് ഒരുപാട് സംഭവങ്ങൾ പിന്നെ യൂസുഫ് സുഹൃത്തുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല, അപ്പൊ നമ്മുടെ ചരിത്രം എവിടെ എത്തൂല. അങ്ങനെ യൂസുഫ് നബി ഈ യൂസുഫ് എന്ന് പറയുന്ന ബാലൻ അന്ന് പ്രവാചകനായിട്ടില്ല, ഈജിപ്തിലെത്തി. പിന്നീട് ഈ കഴിവുകളെല്ലാം കണ്ട് സുമുഖനും സുന്ദരനുമായ യൂസുഫ് നബി ഒരു സുപ്രഭാതത്തിൽ അവിടുത്തെ ഭരണത്തിലെ സാരഥ്യം വഹിക്കുകയാണ്. അവസാനം അമാലിക്ക കുടുംബത്തിൽ നിന്ന് റംസീസ് രണ്ടാമൻ എന്ന് പറയുന്ന ഭരണാധികാരി കയറി വന്നപ്പോൾ ഇവരെ എങ്ങനെയെങ്കിലുമൊക്കെ പടിയടച്ച് പിണ്ടം വെക്കണമെന്ന അവസ്ഥയിലേക്ക് എത്തി. അങ്ങനെ വളരെയേറെ കഷ്ടപ്പെടുത്തുകയും വിഷമിപ്പിക്കുകയും അടിമവേല ചെയ്യിപ്പിച്ചാണ് സത്യത്തിൽ സപ്താത്ഭുതങ്ങളിൽ പെട്ട ആ പിരമിഡുകളൊക്കെ ഉണ്ടാക്കിയത്. ഈജിപ്തിലെ ആ പിരമിഡുകളൊക്കെ നമ്മൾ കാണേണ്ട ഒരു കാഴ്ചയാണ്. കല്ല് മാത്രം, ഒരു ചാന്ത പോലും ഉപയോഗിക്കാതെ കല്ല് മാത്രം വെച്ച് വലിയ ഒരു കൂമ്പാരം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. നമ്മുടെ കണ്ണുകൊണ്ട് എത്താൻ പറ്റാത്ത അത്രയും വലുപ്പത്തിൽ കല്ലുകൾ മാത്രം ഉപയോഗിച്ച്. കല്ല് എന്ന് പറയുമ്പോൾ നമുക്ക് സങ്കല്പിക്കാൻ പറ്റില്ല. ഏറ്റവും ചുരുങ്ങിയ കല്ല് ഈ പീഠത്തിന്റെ വലുപ്പത്തിലുണ്ടാവും.
അങ്ങനെയുള്ള കല്ലുകൾ മാത്രം വെച്ച് അന്നത്തെ ഭരണാധികാരികളുടെ ഓർമ്മക്കായി ശവകുടീരങ്ങൾ ഉണ്ടാക്കി വെച്ചതാണ് ഈ പിരമിഡുകൾ എന്ന് പറയുന്നത്. ഇതെല്ലാം മൂസാ നബി അലൈഹിസ്സലാമിന്റെ ജനതയെ കൊണ്ട്, അല്ലെങ്കിൽ ഇസ്രായേലിയരാകുന്ന വിശ്വാസികളെ കൊണ്ടാണ് പ്രിയപ്പെട്ടവർ. ചരിത്രത്തിൽ ഇത്രയേറെ വിഷമം സഹിച്ച വേറെ ഒരു വിഭാഗം ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നത്. അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ സ്വന്തം കുടുംബത്തിൽ നിന്ന് 1 ലക്ഷത്തിലേറെ അമ്പിയാക്കൾ കടന്നു വരാന്ന് പറഞ്ഞാൽ അതൊരു ചെറിയൊരു സംഗതിയല്ലല്ലോ. ചരിത്രപരമായി അവർക്ക് ഒരു വലിയ ഗ്രിപ്പുണ്ട്. ശുദ്ധമായ ഖുർആൻ ഒരുപാട് സംഭവങ്ങൾ പറയുന്നു. ഏതായിരുന്നാലും മൂസാ നബി അലൈഹിസ്സലാം അവിടെ കുട്ടിയായി വളർന്നു. അതിനിടയിൽ ഒരു പുരോഹിതൻ പറഞ്ഞു, നിങ്ങളുടെ ഭരണം തകർക്കാൻ പോകുന്ന ഒരാൾ കടന്നു വരുന്നുണ്ട്, അത് ഇസ്രായേലിൽപ്പെട്ട ആളാണ്. അങ്ങനെ മുഴുവൻ കുട്ടികളായി ആണായി പിറക്കുന്ന മുഴുവൻ ആളുകളെയും കശാപ്പ് ചെയ്തു. കുട്ടികൾ അവസാനം ആൺകുട്ടിയാണ് എന്ന് പുറത്തു പറയാൻ പേടിയായി ആ നിലയിൽ ജീവിച്ചു വെച്ചപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മൂസാ നബി അലൈഹിസ്സലാമിനെ അല്ലാഹു തആല ഫിർഔനിന്റെ കൊട്ടാരത്തിൽ തന്നെ വളർത്തിയെടുത്തു. ആ നൈൽ വന്ന സംഭവം എല്ലാവർക്കും അറിയാം, ഞാൻ അതിലേക്ക് പോകുന്നില്ല. അങ്ങനെ മൂസാ നബി അലൈഹിസ്സലാം ഈജിപ്തിലെ ഒരു പ്രബോധകനും പ്രചാരകനും പ്രവാചകനുമായി രംഗത്ത് വന്നു. ഒരുപാട് അത്ഭുതങ്ങൾ ഫിർഔനിന്റെ മുമ്പിൽ കാണിച്ച് ഫിർഔനിനെ മുട്ടുമടക്കി. അവസാനം ഫിർഔനിന് മിക്കക്കള്ളിയില്ലാത്ത സമയത്ത് ഇവനെയും ഇസ്രായേലിനെയും കാണുന്നിടത്ത് വെച്ച് കൊല്ലാൻ തീരുമാനിച്ചു. അതിന്റെ കാരണം അവര് സിറിയയിൽ നിന്ന് കുറിയേറി പാർത്ത ആളുകളാണ്. അവര് നമ്മുടെ ഈ നാട്ടിലെ ജന്മികളല്ല. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഏതായിരുന്നാലും പ്രവാചകന്മാരുടെ അനന്തരാവകാശികൾ എന്ന നിലയ്ക്ക് ഇസ്ലാമിന്റെ വിരോധിയായിരുന്ന ഫറോവക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. റംസീസ് രണ്ടാമൻ എന്ന് പറയുന്ന ഇന്ന് ഈജിപ്തിന്റെ തലസ്ഥാന നഗരിയായ കൈറോയിൽ ഒരു ഡെമ്മിയായി ഇങ്ങനെ കിടക്കുന്നുണ്ടല്ലോ. ലോകത്തുള്ള മുഴുവൻ ജനങ്ങൾക്കും ദൃഷ്ടാന്തമാകുന്ന രൂപത്തിൽ ഫറോവയുടെ ശരീരത്തെ ഭൂമി ലോകത്ത് ഞാൻ സംരക്ഷിക്കുമെന്ന് പറഞ്ഞ ആ ബോഡിയുടെ ഉടമയായ റംസീസ് രണ്ടാമൻ മൂസാ നബി അലൈഹിസ്സലാമുമായി ഒരുപാട് ഫൈറ്റ് ചെയ്ത് എല്ലാത്തിലും പരാജയപ്പെട്ടപ്പോ ഇനി ഇവനെയും ഇവന്റെ കൂട്ടാളികളെയും കൊല്ലുക എന്നിടത്തേക്ക് അല്ലാഹു തആല പറഞ്ഞു, മൂസാ നബിയെ, ഇനി നിങ്ങൾ ഇവിടെ നിൽക്കണ്ട, എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് നാട് വിട്ടു പോകണം. എങ്ങോട്ടാണ് പോകേണ്ടത് എന്നറിയോ? നിങ്ങൾ ബൈത്തുൽ മുഖദ്ദസിലേക്ക് അഥവാ ഫലസ്തീനിന്റെ മണ്ണിലേക്ക് പോകണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്കണം. അല്ലാഹു തആല പറയുകയാണ്, യാ ഖൗമി ദഖുലുൽ അർദൽ മുഖദ്ദസത്തല്ലതി കതബല്ലാഹു ലക്കും വലാ തർതദ്ദു അലാ അദ്ബാരിക്കും ഫതൻഖലിബൂ ഖാസിരീൻ. മൂസാ നബി അലൈഹിസ്സലാമിനെയും അനുയായികളെയും കാണുന്നിടത്ത് വെച്ച് കൊല്ലാൻ ഫിറഔന് ഉത്തരവിട്ടപ്പോൾ അല്ലാഹു തആല പറഞ്ഞു, ഇനി നിങ്ങൾ ഈ മണ്ണിൽ നിൽക്കണ്ട, എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ഫലസ്തീനിലേക്ക് പോകാം. യാ ഖൗമിയോ, ജനങ്ങളെ, ഉദ്ഖുലുൽ അർദൽ മുഖദ്ദസത്തല്ലതി കതബല്ലാഹു ലക്കും, അല്ലാഹു തആല നിങ്ങൾക്ക് നിശ്ചയിച്ചു തന്ന ബൈത്തുൽ മുഖദ്ദസിലേക്ക് നിങ്ങൾക്ക് പോകാം. വിശുദ്ധമായ മണ്ണ് അതേതാണ് പ്രിയപ്പെട്ടവരെ? ഫലസ്തീനാണ്. ولا ترتدوا على أدباركم فتنقلبوا خاسرين. ഒരിക്കലും തന്നെ കാല് നിങ്ങൾ പിന്നോട്ട് വെക്കരുത്, നിങ്ങൾ നിന്നലും നിസ്സാരക്കാരുമായി പരാജിതനായി പോകുമെന്ന് അല്ലാഹു തആല പറയുകയാണ്. അപ്പൊ രാത്രി പറഞ്ഞു, മക്കളെ, അല്ലാഹുവിന്റെ വഹി കിട്ടിയിരിക്കുകയാണ്, ഇനി മണ്ണിൽ നിൽക്കണ്ട, ഫലസ്തീനിലേക്ക് പോകാൻ. ഇവിടുന്ന് പോകാൻ ഞങ്ങൾക്ക് വഹി കിട്ടി എന്ന് പറഞ്ഞു. അങ്ങനെ രാത്രിക്ക് രാത്രി എല്ലാ ആളുകളും കെട്ടി ബൈബിള് പറയുന്നതനുസരിച്ച് 6 ലക്ഷം ആളുകൾ പ്രിയപ്പെട്ടവരെ അവിടെ നിന്ന് യാത്ര പുറപ്പെട്ടു. അപ്പൊ ആ യാത്രയിലാണ് ഉണ്ടായത് ചെങ്കടൽ പിളർത്തിയ സംഭവമല്ല. സത്യത്തിൽ കരയിലൂടെ തന്നെ ഫലസ്തീനിലേക്ക് പോകാനുള്ള വകുപ്പ് മാപ്പ് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ രാത്രിയായിട്ടാണല്ലോ, കാണുന്നിടത്ത് വെച്ച് കൊല്ലാനുള്ള തീരുമാനം വന്നു എന്നത് മൂസ അറിഞ്ഞിട്ടുണ്ട്, പോകാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ന വിവരവും ഫിറഔൻ അറിഞ്ഞപ്പോൾ പ്രിയപ്പെട്ടവരെ പിടികൂടാൻ വേണ്ടി ഉത്തരവിട്ടു. അങ്ങനെ രാത്രിക്ക് രാത്രി പോകുന്ന വഴിയിൽ ചെങ്കടൽ കണ്ടപ്പോൾ
അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, പേടിക്കണ്ട, നിങ്ങളുടെ കയ്യിൽ ഞാനൊരു വടി തന്നിട്ടില്ലേ, ആ വടി കൊണ്ട് മൂസാ നബി അലൈഹിസ്സലാമും അനുയായികളും അതിലൂടെ ലക്ഷ്യം പ്രാപിച്ച് കരയിലേക്ക് എത്തിയപ്പോ ഫറോവ വിചാരിച്ചു, എനിക്കും ഇതിലൂടെ മുന്നോട്ട് പോകാം. അങ്ങനെ അവനും അവന്റെ കിങ്കരന്മാരും അവരെ തുടർന്ന് പാതി വഴിയിലെത്തിയപ്പോ രണ്ട് മലകളായി വെള്ളത്തിന്റെ ഭിത്തികൾ മാറി നിന്നിരുന്ന ആ ചെങ്കടൽ പ്രിയപ്പെട്ടവരെ ഫിർഔനെയും കിങ്കരന്മാരെയും മുക്കി നശിപ്പിക്കുകയായിരുന്നു. അപ്പോൾ ഫിർഔൻ പറഞ്ഞു, ആമൻതു ബിറബ്ബി മൂസ, മൂസ ഞാൻ നിന്റെ റബ്ബിനെ കൊണ്ട് വിശ്വസിച്ചു, എന്നെ വെറുതെ വിട്. പക്ഷെ അല്ലാഹു തആല അത് അന്തിമമായ തീരുമാനമാണെന്ന് പ്രഖ്യാപിച്ചു. പ്രിയപ്പെട്ടവരെ, ഫറോവ അതിൽ മുങ്ങിച്ചത്തുപോയി. ഏതായിരുന്നാലും ഈ ജനങ്ങളെയും കൂട്ടിയിട്ട് ഒരു മരുഭൂമിയിലെത്തി. ഏതാ മരുഭൂമി? ഈ പറയുന്ന ചെങ്കടൽ കഴിഞ്ഞിട്ടുള്ള മരുഭൂമിയിലെത്തി. അപ്പോഴോ قالوا يا موسى إن فيها قوما جبارين وإنا لن ندخلها حتى يخرجوا منها فإن يخرجوا منها فإنا داخلون. മൂസാ നബി അലൈഹിസ്സലാമിനോട് ചോദിച്ചു, നമുക്ക് എങ്ങോട്ടാണ് പോകാനുള്ളത്? അപ്പോൾ മൂസാ നബി പറഞ്ഞു, നമുക്ക് പോകാനുള്ളത് ഫലസ്തീനിലേക്കാണ്. അപ്പോൾ അവർ പറയാണ്, മൂസാ ഇന്ന ഫീഹാ ഖൗമൻ ജബ്ബാരീന, സഹസ്രാധിപതികളായ മല്ലന്മാരുള്ള നാടാണത്. അതുകൊണ്ട് വഇന്നാ ലൻ നദ്ഖുലഹാ ഹത്താ യഖ്റുജൂ മിൻഹാ, അവര് അവിടെ നിന്ന് പുറപ്പെട്ടാലല്ലാതെ ഞങ്ങളാരും അങ്ങോട്ട് വരുന്ന പ്രശ്നമില്ല. ഫഇയഖ്റുജൂ മിൻഹാ ഫഇന്നാ ദാഖിലൂൻ, ഫലസ്തീനികളായ ആളുകൾ അവിടുന്ന് പുറപ്പെട്ടാലേ ഞങ്ങൾ അങ്ങോട്ട് കയറുകയുള്ളൂ എന്ന് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ജനത ഈജിപ്തിൽ നിന്ന് വരികയും ചെയ്തു, ഫലസ്തീനിലേക്ക് പോയതുമില്ല. തീഹി എന്ന് പറയുന്ന മരുഭൂമിയിൽ എത്ര 1, 2, 3, 10, 10,000 അല്ല, ലക്ഷക്കണക്കിന് ആളുകൾ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ കാലം മുതൽ മൂസാ നബി അലൈഹി ഇസ്ലാം വരെയുള്ള പ്രവാചകന്മാരുടെ മുഴുവൻ അനുയായികളും മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ കൂടെ വന്നിട്ട് തീഹി എന്ന് പറയുന്ന മരുഭൂമിയിൽ നിൽക്കുകയാണ്. ഞങ്ങളെ വിളിച്ചുകൊണ്ടുവന്നത് നീയല്ലേ, ഞങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ തന്നിരിക്കണം. 2 ആളുകൾ മാത്രമാണ് പ്രിയപ്പെട്ടവരെ ഫലസ്തീനിലേക്ക് പോകാൻ തയ്യാറായത്. ഖുർആൻ പറയുന്നു, قال رجلان من الذين يخافون أنعم الله عليهما ادخلوا عليهم الباب فإذا دخلتموه فإنكم غالبون وعلى الله فتوكلوا إن كنتم مؤمنين. മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ അനുയായികളിൽ നിന്ന് 2 ആൾ മാത്രം പ്രിയപ്പെട്ടവരെ ഫലസ്തീനിലേക്ക് പോകാൻ തയ്യാറായി. അള്ളാഹു അവരെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് ഖുർആൻ പറയുന്നു. അല്ലാഹു തആല അവരോട് പറഞ്ഞു, നിങ്ങൾ അങ്ങ് പോയാൽ മതി. ഫൈദാ ദഖൽതുമൂഹു ഫഇന്നകും ഗാലിബൂൻ വഅലല്ലാഹി ഫതവക്കലൂ ഇൻ കുൻതും മുഅ്മിനീൻ. നിങ്ങൾ അങ്ങ് പോയാൽ മതി, വിജയമൊക്കെ നമ്മൾ ഏറ്റെടുത്തു, അല്ലാഹുവിൽ പരമേൽപ്പിച്ച് ബിസ്മിൻ ചൊല്ലി അങ്ങ് ഇറങ്ങിക്കൊള്ളി എന്നാണ് ഖുർആൻ പറയുന്നത്. മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ജനതയോട് പറഞ്ഞ ആ രംഗം ഖുർആൻ ഉദ്ധരിക്കുകയാണ്. പക്ഷേ പ്രിയപ്പെട്ടവരെ, അതിനവർ പ്രതികരിച്ചത് എങ്ങനെയാണെന്നറിയോ? സുബ്ഹാനല്ലാഹ്, വിശുദ്ധമായ ഖുർആൻ പറയും, ഫലൻ നദ്ഖുലഹാ അബദൻ മാ ദാമൂ ഫീഹാ ഫദ്ഹബ് അൻത വറബ്ബുക ഫഖാതിലാ ഇന്നാ ഹാഹുനാ ഖാഇദൂൻ. മൂസാ, ഞങ്ങൾ ഒരിക്കലും തന്നെ യുദ്ധം ചെയ്യാൻ വരില്ല എന്ന് ഞങ്ങൾ പ്രതിജ്ഞയെടുത്ത് കഴിഞ്ഞു. ഒരു കാര്യം ചെയ്യ്, ഇദ്ഹബ് അൻത വറബ്ബുക, നീയും പടച്ചോനും പോയിട്ട് യുദ്ധം ചെയ്യും. എന്നിട്ട് ആ നാട് നിലംപരിശാക്കി ഞങ്ങൾക്ക് താമസിക്കാൻ പറ്റുന്ന ഒരവസ്ഥയുണ്ട് എന്ന് ഉറപ്പുവരുത്തിട്ട് വാ, എന്നിട്ട് നമുക്ക് പോകാം. മൂസാ നബി അലൈഹി സ്വലാം വളരെ സങ്കടപ്പെട്ടുകൊണ്ട് പറയുന്ന വാക്കാണ്, ഖാല റബ്ബി ഇന്നി ലാ അംലികു ഇല്ലാ നഫ്സി വ അഖീ ففرق بيننا وبين القوم الفاسقين. അല്ലാഹുവേ, പറഞ്ഞാൽ കേൾക്കുന്നത് എൻ്റെ ശരീരവും എൻ്റെ ഹാറൂന്റെ ശരീരമാണ്. മൂപ്പരുടെ മൂസാ നബി അലൈഹി സ്വലാമിന്റെ ജ്യേഷ്ഠനായിരുന്നു ഹാറൂൻ നബി അലൈഹി സ്വലാം. ഇവരെ അല്ലാതെ എനിക്ക് ഒരിക്കലും നിയന്ത്രിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവര്, അങ്ങനെ മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ജനത തീഹി എന്ന് പറയുന്ന ഈ മരുഭൂമിയിൽ
താമസിച്ചു. വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, ഖാല ഫഇന്നഹാ മുഹറമത്തുൻ അലൈഹിം 40 സന. നീയും പടച്ചവനും പോയി യുദ്ധം ചെയ്യൂ എന്ന് പറഞ്ഞതിന്റെ കാരണത്താൽ അല്ലാഹു തആല 40 വർഷക്കാലം ആ ഭൂമി അവർക്ക് നിഷിദ്ധമാക്കി കളഞ്ഞു. പോകാൻ കഴിഞ്ഞില്ല. യതീഹൂന ഫിൽ അർളി, ആ ഭൂമിയിൽ ഇങ്ങനെ വയന്ന് താമസിക്കേണ്ടി വന്നു. പ്രിയപ്പെട്ടവരെ, മൂസാ നബി അലൈഹിസ്സലാമിന് വലിയ വിഷമമായി. അപ്പോൾ അല്ലാഹു തആല സമാധാനിപ്പിച്ചു, ഫലാ തഅസഅൽ ഖൗമിൽ ഫാസിഖീൻ. മൂസാ നബിയെ, നിങ്ങൾ തമ്മാടികളായ ജനങ്ങൾക്ക് മേലിൽ ഒരിക്കലും നിങ്ങൾ മുഷിയണ്ട, വിഷമത്തിലാകണ്ട എന്ന് പറഞ്ഞ് അല്ലാഹു തആല സമാധാനിപ്പിക്കുകയാണ്. തീഹ് എന്ന് പറയുന്ന മരുഭൂമിയിലെത്തിയപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരു നാടിന്ന് വിട്ട് ഇറങ്ങിയിട്ട് ഒരു മരുഭൂമിയിലെത്തിയ ജനതയ്ക്ക് എന്താണ് കഴിക്കാനുണ്ടാകുക, എന്താണ് കുടിക്കാനുണ്ടാകുക? അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാമിനോട് പറഞ്ഞു, മൂസാ, ഞങ്ങൾക്ക് വെള്ളം വേണം, ഞങ്ങൾക്ക് കുടിക്കാൻ വെള്ളം വേണം. നീ ഞങ്ങൾ ഈജിപ്തിന്റെ മണ്ണിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവന്നിട്ട് ഞങ്ങൾക്ക് എവിടെയാണ് വെള്ളം, എവിടെയാണ് ഭക്ഷണം? അപ്പോഴാണ് വൈദ്യസ്തസ്ഖാ മൂസാ ലിഖൗമി فقلنا اضرب بعصاك الحجر فانفجرت منه 12 عينا قد علم كل أناس مشربهم كلوا واشربوا من رزق الله ولا تعثوا في الأرض مفسدين. മൂസാ നബി അലൈഹി സ്വലാം അല്ലാഹുവിനോട് ആവശ്യപ്പെട്ടു, വെള്ളം വേണം. തന്റെ ജനത വെള്ളം വേണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ മൂസാ നബി അല്ലാഹുവിനോട്, പ്രിയപ്പെട്ടവരെ, വെള്ളത്തിന് തേടി. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളിതാ നിങ്ങളുടെ കയ്യിലുള്ള വടി കൊണ്ട് ആ പാറയിലൊന്ന് അടിക്കൂ. ഈ പാറക്കല്ല് ഏതാണ് ഈ വടി? ശുഐബ് നബി അലൈഹിസ്സലാം തന്റെ മകളെ വിവാഹം ചെയ്തപ്പോൾ ആദം നബി അലൈഹിസ്സലാം സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്നതായി അനന്തരമായി കിട്ടിയതിൽ നിന്ന് 2 സാധനങ്ങൾ മൂസാ നബി അലൈഹിസ്സലാമിന് കൊടുത്തു. അതാണ് ഈ വടിയും അതുപോലെ ഈ കല്ല്. അപ്പൊ വെള്ളം വേണമെന്ന് പറയുമ്പോൾ ഈ കല്ലെടുത്തിട്ട് 2 കൊട്ടുകനെ കൊട്ടും. അപ്പോഴേക്ക് വെള്ളം പൊട്ടി അങ്ങ് ഒഴുകും. ഏത്? ഈ കല്ലിൽ നിന്ന്. അവര് യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ മക്കള് 12 പേരുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ? ആ 12 പേർക്കും അവര് തമ്മിൽ തർക്കിക്കാതിരിക്കാൻ വേണ്ടി 12 കുടുംബങ്ങൾക്ക് വേണ്ടി 12 അരുവികൾ ഒഴുകി. എല്ലാവർക്കും അവരവരുടെ അരുവികളിൽ വരുന്ന വെള്ളത്തെ കുറിച്ച് ബോധ്യമുണ്ട്. അല്ലാഹു തആല പറഞ്ഞു, കുലൂ വശ്റബൂ മിൻ റിസ്ഖില്ലാഹി വലാ തഅസൗ ഫിൽ അർദി മുഫ്സിദീൻ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വെള്ളം കുടിക്കുക, ഭക്ഷണം കഴിക്കുക, ഒരിക്കലും തന്നെ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കരുത് എന്ന് പറയുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അങ്ങനെ ആ നാട്ടിൽ താമസിച്ചു കഴിയുമ്പോൾ അവർക്ക് ഭക്ഷണം വേണമെന്ന് പറഞ്ഞു. ആ സമയത്താണ് പ്രിയപ്പെട്ടവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മന്നും സൽവയും ഇറക്കി കൊടുത്തത്. മന്നും സൽവയും. വെള്ളം അവർ കുടിക്കാൻ വെള്ളം കിട്ടി, പക്ഷെ ഭക്ഷണം കഴിക്കാൻ ഒന്നുമില്ല. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മന്നും സൽവയും ഇറക്കി കൊടുത്തു. അദല്ലൽനാ അലൈക്കുമുൽ ഗമാം. അവർക്ക് മേൽക്കൂരയില്ലായിരുന്നു, അതുകൊണ്ട് അല്ലാഹു തആല അവർക്ക് നിഴലിട്ട് കൊടുത്തു. സൂര്യപ്രകാശത്തിൽ സ്പെഷ്യലായ നിഴൽ. ഓരോരുത്തരും ഇങ്ങനെ നടക്കുമ്പോൾ ഒരു കുടവട്ടത്തിൽ നിഴൽ അവരുടെ കൂടെ ഇങ്ങനെ സഞ്ചരിക്കുന്ന. കാരണം ഇവർ ഈമാനിന്റെ സംരക്ഷണാർത്ഥം ഒരു നാട്ടിൽ നിന്ന് ഹിജ്റ പോകുന്ന ആൾക്കാരല്ലേ. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഈമാനിനെ സംരക്ഷിച്ച കാരണം കൊണ്ട് അല്ലാഹു അവർക്ക് ഒരുപാട് നിഅമത്തുകൾ കൊടുക്കുകയാണ്. വഅൻസൽനാ അലൈക്കുമുൽ മന്ന വസ്സൽവ. അതുപോലെ തന്നെ ഭക്ഷണമായി അല്ലാഹു തആല മന്നും സൽവയും ഇറക്കി. നല്ല തേൻകട്ടിയും നല്ല ചുട്ട കാടയും. ഒരു കാറ്റുങ്ങട്ട് അടിക്കും. ഓരോ സമയം രാവിലെ പ്രഭാത സമയമാകുമ്പോൾ ഒരു കാറ്റ്. അപ്പോൾ കാട ഇങ്ങനെ വന്നിട്ട് ഓരോരുത്തരുടെയും മുമ്പിൽ വന്നിട്ട് ഇങ്ങനെ വീഴും. സാധാ കാടയല്ല, നല്ല പൊരിച്ച കാട. അതുപോലെ നല്ല തേൻകട്ടിയും. സുബ്ഹാനല്ലാഹ്. എത്ര കൊല്ലം? 40 കൊല്ലം തേൻകട്ടിയും പൊരിച്ച കാടയും അവർ കഴിച്ചു. നമ്മളെ ഭാഷയെ പറഞ്ഞാൽ ഷുഗർ രോഗിയാകാനും കൊളസ്ട്രോള് വരാനും അത് തന്നെ മതി. പക്ഷെ അവർക്ക് അങ്ങനെയൊന്നും ഉണ്ടായില്ല.
അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, കുലൂ മിൻ ത്വയ്യിബാത്തി മാ റസഖ്നാകും, നമ്മൾ ഇറക്കി തരില്ലേ, തിന്നോളി, യഥേഷ്ടം തിന്നോളി. ഒറ്റ കാര്യമേ ഉള്ളൂ, നാളത്തേക്ക് വേണ്ടി നിങ്ങൾ സൂക്ഷിച്ചു വെക്കാൻ പാടില്ല. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ അതിക്രമം കാണിച്ചു, അതിന്റെ പേരിൽ അത് സ്റ്റോപ്പായി എന്ന് പറയുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ അവർക്ക് വീടില്ലാതെ വന്നപ്പോൾ അവർ വീട് വേണമെന്ന് ആവശ്യപ്പെട്ടു. അതാണ് അല്ലാഹു തആല പറയുന്നത്, വൗഹൈനാ ഇലാ മൂസാ വഅഖീഹി അൻ തബവ്വഅ ലിഖൗമികുമാ ബിമിസ്റ ബുയൂതൻ വജഅലൂ ബുയൂതകും ഖിബ്ലാ. മൂസാ നബി അലൈഹി ഇസ്ലാമിനും ഹാറൂൻ നബി അലൈഹി ഇസ്ലാമിനും ഞാൻ വഹി കൊടുത്തു, അവർക്ക് വീടുണ്ടാക്കി കൊടുക്കാൻ. കണ്ടോ, അപ്പോൾ പഴയ കാലം മുതൽ തന്നെ വീടും പ്ലാനും വസ്തുവൊക്കെ നോക്കുന്ന ഒരു സമ്പ്രദായം പ്രവാചകന്മാരിൽ നിന്ന് അനന്തരമായി കിട്ടിയതാണെന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഏതായിരുന്നാലും അവർക്ക് വേണ്ട വീട് നിർമ്മാണം നടത്താൻ മൂസാ നബി അലൈഹി ഇസ്ലാമിനും അതുപോലെ ഹാറൂൻ നബിക്കും ഞാൻ വഹി കൊടുത്തു. പ്രിയപ്പെട്ടവരെ, തീഹി എന്ന് പറയുന്ന മരുഭൂമിയിൽ അവർക്ക് താമസിക്കാൻ വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയാണ്. കാടയും മണ്ണും ഇങ്ങനെ തിന്നപ്പോ അവർക്ക് പിന്നെ വേറെയും കുറെ ആവശ്യങ്ങൾ ഇങ്ങനെ താല്പര്യമായി വന്നു. കാരണം വെറുതെ കിട്ടല്ലേ, അധ്വാനിക്കാതെ കിട്ടുന്ന കാര്യമാണല്ലോ. അപ്പൊ അതുകൊണ്ട് മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് പറഞ്ഞു, എപ്പോഴും ഈ കാടയും ഈ തേങ്കട്ടിയുമായിട്ടൊരു വെറുപ്പുണ്ട്. അവിടെ മൂസ പടച്ചവനോട് പറയണം, ഞങ്ങൾക്ക് കക്കരി വേണം, ചീര വേണം, പയറ് വേണം, ഉള്ളി വേണം, അങ്ങനെ എല്ലാ വിധത്തിലുള്ള പച്ചക്കറികളും വേണം. അല്ലാഹു തആല സംഭവത്തെയാണ് ഓർക്കുന്നത്. വൈദ് ഖുൽതും യാ മൂസ ലൻ നസ്ബിറ അലാ തആമിൻ വാഹിദ്, നിങ്ങൾ പറഞ്ഞില്ലേ മൂസാ നബിയോട്, ഞങ്ങൾക്ക് ഒരു ഭക്ഷണം മാത്രം തിന്ന് ജീവിക്കാൻ കഴിയില്ല, അതുകൊണ്ട് ഫദ്ഉ ലനാ റബ്ബക, നിന്റെ റബ്ബിനോടൊന്ന് ദുആ ചെയ്യൂ. യുഖ്രിജ് ലനാ മിമ്മാ തുംബിതുൽ അർദു മിൻ ബഖലിഹാ വഖിസ്സാഇഹാ വഫൂമിഹാ വഅദസിഹാ വബസലിഹാ. ഞങ്ങൾക്ക് കക്കരി വേണം, ഞങ്ങൾക്ക് ചീര വേണം, ഞങ്ങൾക്ക് ഉള്ളി വേണം, ഞങ്ങൾക്ക് പയറ് വേണം, അതുപോലെ ഞങ്ങൾക്ക് കടല വേണം. പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് ചോദിച്ചു, വതസ്തബ്ദിലൂനല്ലദീ ഹുവ അദ്നാ ബില്ലദീ ഹുവ ഖൈർ, നിങ്ങൾക്ക് നല്ല മുന്തിയ ഭക്ഷണം തന്നിട്ട് ഇപ്പൊ അതിനേക്കാൾ താഴ്ന്നത് വേണമെന്ന് നിങ്ങൾ ആവശ്യപ്പെടുകയാണോ? എന്താ മുന്തിയത്? നല്ല പൊരിച്ച കാട, തേൻ കട്ടി കേട്ടോ. അപ്പൊ ഭക്ഷണത്തില് നേതാവ് ഇറച്ചി തന്നെയാണെന്ന് മനസ്സിലായില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ല, സയ്യിദു ത്വആമി അൽ-ലഹ്മു, അല്ലേ? ഭക്ഷണത്തിലെ നേതാവ് അത് ലഹ്മ തന്നെ, മാംസം തന്നെയാണ്. അങ്ങനെ അവർ ഇതിനെ തിന്നുകൊണ്ടിരുന്നപ്പോൾ വേറെയും വേറെയും ആവശ്യപ്പെട്ടു. അപ്പൊ അല്ലാഹു തആല പറഞ്ഞു, അതൊക്കെ കിട്ടണമെങ്കിൽ ഇഹ്ബിതു മിസ്റ, വല്ല അങ്ങാടിയിലും പോകേണ്ടി വരും. ഇവിടെ നിന്നാൽ അങ്ങനെ കിട്ടും? നിങ്ങൾ മരുഭൂമിയിൽ താമസിക്കല്ലേ, ഇവിടെ നിന്നിട്ട് അതുണ്ടാക്കാൻ പറ്റുമോ? അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. അല്ലാഹു തആല മുന്തിയ ഭക്ഷണം കൊടുത്തപ്പോൾ പ്രിയപ്പെട്ടവരെ അതിനെതിരെ ധിക്കാരം പറഞ്ഞുപോയി. നിങ്ങൾ നോക്കൂ, അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഭൂമിയിൽ അവരെ 40 കൊല്ലക്കാലം താമസിച്ചു. അവസാനം മൂസാ നബി അലൈഹി ഇസ്ലാം മരിക്കാൻ സമയമായി. സത്യത്തിൽ മൂസാ നബി അലൈഹി ഇസ്ലാം ഈ സമൂഹത്തെ കൊണ്ട് ഫലസ്തീനിലേക്ക് പോകണമെന്ന ഉത്കടമായ താല്പര്യത്തിലായിരുന്നു. മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ഈ ജനതയോടുള്ള അഭിസംബോധനയുണ്ടല്ലോ, ആ അഭിസംബോധന ഉണ്ടായിരുന്ന മുഴുവൻ ആളുകളും മരണപ്പെട്ടു പോയി. മൂസാ നബി അലൈഹി ഇസ്ലാമും മരിച്ചു, ഹാറൂൻ നബി അലൈഹി ഇസ്ലാമും മരിച്ചു, തന്റെ കൂടെ വന്ന 20 വർഷം പ്രായമുള്ള മുഴുവൻ ആളുകളും മരിച്ചു. അപ്പൊ യഥാർത്ഥത്തിൽ ഇസ്രയേലിലേക്ക്, ഫലസ്തീനിലേക്ക് പോകണമെന്ന് അല്ലാഹുവിന്റെ കൽപ്പനയുള്ള ആളുകൾ പ്രിയപ്പെട്ടവരെ ഇല്ല. പിന്നീട് അവരുടെ സന്തതികൾ അവിടെ പ്രസവിച്ചുണ്ടായി. ആ സന്തതികളിലേക്ക് മഹാനായ മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ പെങ്ങളെ മകൻ യൂസ നബി അലൈഹി ഇസ്ലാം പ്രവാചകനായി വന്നു. ആ യൂസ നബി അലൈഹി ഇസ്ലാം ആണ് പിന്നീട് അവരുടെ സന്താന പരമ്പരയുമായിട്ട് ഫലസ്തീനിലേക്ക് പോയത്. നിങ്ങൾ നോക്കൂ,
പ്രിയപ്പെട്ടവരെ, അപ്പൊ ഇസ്രായേലിലേക്ക് അല്ലാഹു തആല പറഞ്ഞയച്ച പ്രവാചകന്മാരിൽ പ്രധാനിയായ മൂസാ നബി അലൈഹിസ്സലാമിന്റെ ജനതയാണ് യഥാർത്ഥത്തിൽ ഫലസ്തീനിലേക്ക് പോകാൻ അല്ലാഹു തആല ഉത്തരവിട്ട ജനത. ആ ജനതയുടെ അനന്തരാവകാശികളാണ് ഇന്ന് നിലനിൽക്കുന്നത്. അവർ ഛിന്ന ഭിന്നമായി ഒരു സുപ്രഭാതത്തിൽ പിന്നെയും അവിടെ ഫലസ്തീനിന്റെ മണ്ണ് അവർക്ക് ഐക്യരാഷ്ട്രസഭയെ സ്വാധീനിച്ചുകൊണ്ട് ഒരിടം അവർ കരസ്ഥമാക്കി. പിന്നീട് അവര് ബലാത്കാരമായ യുദ്ധത്തിലൂടെ ഫലസ്തീനികളുടെ 2 ഗേറ്റും പ്രിയപ്പെട്ടവരെ അവർ കീഴടക്കി. വെള്ളത്തിലൂടെ വന്നാലും വേണം അവരുടെ ഗേറ്റ് മുഖേന വരിക, കരയിലൂടെ വന്നാലും വേണം ഇസ്രായേലികളുടെ ഗേറ്റിലൂടെ വരിക. ഞാൻ ഈ സമയത്ത് ഓർക്കുന്നത്, ഫലസ്തീനും ഇസ്രായേലും ഒക്കെ ഒരു യാത്രയിൽ ഞാൻ സന്ദർശിക്കാൻ പോയപ്പോൾ രാവിലെ 10 മണിക്ക് ഇസ്രായേലിന്റെ ഗേറ്റിൽ വന്നിട്ട് വൈകുന്നേരം 5:30 മണിക്കാണ് ആ കസ്റ്റംസിൽ നിന്ന് നമ്മൾ ഫലസ്തീനിന്റെ മണ്ണിലേക്ക് കടക്കുന്നത്. അതുവരെ എന്താന്ന് വെച്ചാൽ വെറുതെ ഇങ്ങനെ ഇരിക്കന്നെ. ഞങ്ങൾ വിചാരിച്ചു ഇപ്പാകും. നമ്മൾ താടിയും തലപ്പാവും ഒക്കെ ഉള്ള സിയാറത്തിന് വന്ന ഫലസ്തീനിന്റെ മണ്ണിൽ ബൈത്തുൽ മുഖദ്ദസിൽ നിസ്കരിക്കാൻ വേണ്ടി വന്ന ആളാണ്, അല്ലെങ്കിൽ അത് സിയാറത്ത് ചെയ്യാൻ വന്ന ആളുകളാണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് ഇസ്രായേലിന്റെ കസ്റ്റംസിൽ എല്ലാ ആളുകളും അനുഭവിക്കുന്ന യഥാർത്ഥമായി പറയുന്നത് മണിക്കൂറുകൾ, 1-2 മണിക്കൂറല്ല, രാവിലെ 10 മണിക്ക് വന്നിട്ട് വൈകുന്നേര സമയം വരെയും അവിടെ കാത്തു നിൽക്കേണ്ടി വന്നു. നമ്മുടെ നിസ്കാരം തന്നെ ഏതായാലും നമ്മൾ ജമ്മാക്കി, യാത്രക്കാരാണല്ലോ. പഠിച്ചവനെ ഇനി 100 അസരം കൂടി കള്ളായി പോകുമോ എന്നൊരവസ്ഥ വന്നുപോയി. ഏതായാലും കുറേ ദിക്റും സലാത്തും രണ്ടാൾ പറഞ്ഞ മാതിരി കത്തൊക്കെ നേർച്ചയാക്കിയിട്ട് ഞങ്ങൾ ഏതായാലും അവിടെ എത്തി. അപ്പുറത്തേക്ക് കടക്കുമ്പോഴോ എവിടെ പോകുമ്പോഴും ഇവരുടെ കൂടെ തന്നെ 4-5 പോലീസുകാർ ഇങ്ങനെ നമ്മുടെ കൂടെ തന്നെ ഇങ്ങനെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കും. അപ്പൊ ഫലസ്തീനികളായ ആളുകൾക്ക് ഒന്ന് പോകണമെങ്കിൽ അവരുടെ സമ്മതം വേണം. എത്ര ആളുകളാണ് അവർ ഒരു ഡേറ്റ് അങ്ങോട്ട് പറയും. ഗൾഫിൽ പോവുകയാണ്, ഗൾഫിൽ പോകുമ്പോൾ അവരൊരു ഡേറ്റ് പറയും, ഇത്ര സമയം കൊണ്ട് വന്നോളണം. വന്നില്ലെങ്കിൽ അവർക്ക് ഒരു ക്യാമ്പുണ്ട്, അഭയാർത്ഥി ക്യാമ്പ്. ആ ക്യാമ്പിൽ കൊണ്ടുപോയിട്ട് ഇവനെയും തള്ളും. അവരുടെ മക്കളും മാതാപിതാക്കളും ഒക്കെ വയസ്സായവർ ഗൾഫിൽ നിന്ന് ഇപ്പോൾ വരും. ഇല്ല, അങ്ങനെ എത്ര ആളുകൾ അഭയാർത്ഥി ക്യാമ്പുകളിൽ കഴിയുന്നു. അവർ പറയുന്നതാണ് അവരുടെ ജീവിതം. യഥാർത്ഥത്തിൽ ഫലസ്തീനിന്റെ യഥാർത്ഥ അവസ്ഥ ഇപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. ഈ അറിയുന്നതൊന്നും അല്ല അവിടുത്തെ കാഴ്ചകൾ. നിരന്തരമായി അവരിത് അനുഭവിക്കുന്നത് കൊണ്ടും, പ്രിയപ്പെട്ടവരെ, വിശുദ്ധമായ ഖുർആനും ഹദീസും എന്തായാലും ബൈത്തുൽ മുഖദ്ദസ് മോചിപ്പിക്കുമെന്നും ജൂതന്മാരെ ഇവിടെ ഈസാ നബി അലൈഹി സ്വലാമിന്റെ നേതൃത്വത്തിൽ കൊലപ്പെടുത്തുമെന്നും ഒരു ദിനം ബൈത്തുൽ മുഖദ്ദസ് മോചിപ്പിക്കുമെന്നുമുള്ള റസൂലുള്ളാഹിന്റെ ഭവിഷ്യ പ്രവചനം കാത്തുകൊണ്ടാണ് ലോക മുസ്ലിമീങ്ങൾ ഇപ്പോഴും കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫലസ്തീനിന്റെ മണ്ണ് ഇപ്പോൾ താമസിക്കുന്ന മുസ്ലിമീങ്ങൾക്ക് അവകാശപ്പെട്ടത് തന്നെയാണ്. യഥാർത്ഥ ഇസ്രായേല്യർ, പ്രിയപ്പെട്ടവരെ, അവരോട് അഭിസംബോധന നടത്തിയ കാലത്തും ആ പ്രവാചകന്റെ കാലത്തും അവരതിലേക്ക് പ്രവേശിച്ചിട്ടില്ല. അതുകൊണ്ട് ആ മണ്ണുമായി അവർക്ക് യാതൊരു ബന്ധവും ഇല്ല എന്ന് ചരിത്രപരമായി നമുക്ക് തെളിയിക്കാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഫലസ്തീൻ ജനതയ്ക്ക് മോചനം നൽകുമാറാവട്ടെ. എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അല്ലാഹു മാറ്റിക്കൊടുക്കുമാറാവട്ടെ.